this program or no? Anybody who has come yesterday? No. So, are you comfortable with English or Malayalam? Malayalam. English. ഇന്നലെ ഇവിടെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നലെ ഇന്ത്യയുടെ ഒരു മുൻ പ്രസിഡന്റിന്റെ ആയിരുന്നു. ആരുടെയാണെന്ന് പറയാമോ? അബ്ദുൽ കലാമിനെ എന്ത് പ്രസിഡന്റായിട്ടാണ് പറയുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അത് മിസൈൽ മാൻ ആണ്. അതുകൂടാതെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പീപ്പിൾസ് പ്രസിഡന്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പീപ്പിൾസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കുട്ടികളുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അദ്ദേഹത്തിന് കുട്ടികളുമായിട്ട് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം മരിക്കുന്നത് എവിടെ വെച്ചാ? ഓൺ ദ സ്റ്റേജ്. എവിടെ? ഷില്ലോങ്ങില്. അവിടുത്തെ നിങ്ങൾ 5000 ഷില്ലോങ്ങിൽ വെച്ചിട്ട് അവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അപ്പോ അബ്ദുൽ കലാമിന്റെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ട്? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കാമോ? വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ട്. ശരി, ഒന്ന് എണീക്കൂ. വിങ്സ് ഓഫ് ഫയർ ആണോ വായിച്ചിരിക്കുന്നത്? ശരി. അതിലെ ഏറ്റവും ഓർമ്മയുള്ള ഇൻസിഡന്റ് എന്താ? ആ ചൈൽഡ്ഹുഡില് അദ്ദേഹത്തിന്റെ പാരന്റിന്റെ കൂടെ എന്നും രാവിലെ പോകുന്നൊരു ഇത് വളരെ ഇമോഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെയോ അദ്ദേഹത്തിന്റെ ഓരോ ബുക്കുകളിലൂടെ അദ്ദേഹം ഓരോ ബുക്കുകളെ പറ്റി പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കുകൾ, അതിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ എങ്ങനെ കാണണമെന്ന് അയാൾ തീരുമാനിച്ചിരിക്കുന്ന അതിനെ പറ്റി തോന്നി. എന്നിട്ട് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ കുറച്ച് മുന്നേ വായിച്ച ബുക്കാണ്. സോ എനിക്ക് അദ്ദേഹം ഒരു ഇത് അതായത് പറക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് ആരെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ, പഠിക്കണ്ട. ഇതിന് ശരിയായാലും തെറ്റായാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് പറക്കുന്നത് എന്നുള്ളത്, അതായത് ഫ്ലൈറ്റ് എങ്ങനെയാണ് പറക്കുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ലിഫ്റ്റും ബാക്കി കാര്യങ്ങളും ത്രസ്റ്റും എല്ലാം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ക്ലാസ്സിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അധ്യാപകന് തോന്നും ഇവർക്കൊന്നും മനസ്സിലായില്ല. അപ്പം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് അബ്ദുൽ കലാമിനോടോ ഏതോ ഒരു കുട്ടിയോട് അതൊന്ന് പറയാൻ പറയും. അപ്പം അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം അബ്ദുൽ കലാം എന്താ ചെയ്യുന്നതെന്നറിയോ? അല്ല, ആ അധ്യാപകൻ എന്താ ചെയ്യുന്നതെന്നറിയോ? നമുക്കിന്ന് വൈകുന്നേരം ബീച്ചിൽ വെച്ച് കാണാമെന്ന് പറയും. ഇത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഈ കഥ? എന്നിട്ട് ബീച്ചിൽ കൊണ്ടുപോകും. ബീച്ചിൽ കൊണ്ടുപോയിട്ട് പക്ഷികൾ പറക്കുന്നത് കാണാൻ നോക്കാൻ പറയും. എങ്ങനെയാണ് അത് പക്ഷികൾ ഇങ്ങനെ പറക്കുന്നത്, അവരുടെ ആ ചിറക് വിരിക്കുന്നത്, അത് ഇങ്ങനെ പൊക്കുന്നതും താത്തുന്നതും സ്പീഡ് കൂടുന്നതും ഒക്കെ. അത് വെച്ചിട്ട് ഇദ്ദേഹം, ആ അധ്യാപകൻ, എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സസ്, അതിൻ്റെ എനർജി, അതിൻ്റെ ലിഫ്റ്റ്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ആ കഥ അബ്ദുൽ കലാം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ആ ഒരു അധ്യാപകൻ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തി എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒബ്സർവേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് നിരവധി സ്കിൽസ് ഉണ്ട്. ഒന്ന് ഒബ്സർവേഷൻ സ്കില്ലാണ്.
വേറെ ഒരെണ്ണം നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ട്. വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു സ്കില്ലുണ്ട്. അത് ചിലപ്പോൾ ടീച്ചർമാർക്ക് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത്. ടീച്ചർ ചിരിക്കുന്നു. ക്വസ്റ്റ്യനിങ് സ്കിൽ. നമ്മൾ എപ്പോഴും ഒരു ചോദ്യങ്ങൾ ചോദിക്കണം. ഏറ്റവും ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ അതിനെ അങ്ങനെ തന്നെ ഇത് ചെയ്യാതെ എന്തുകൊണ്ട് അതങ്ങനെ, എന്തുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഇതൊക്കെയുണ്ട്. ഈ നമ്മളിന്ന് പറയുന്ന ഈ സയൻസും ഈ ടെക്നോളജിയും എല്ലാം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു സ്കില്ല് കൊണ്ടാണ്, ക്വസ്റ്റ്യനിങ് സ്കില്ല് കൊണ്ടാണ്. അപ്പൊ നമ്മളൊരു സംഭവം വായിക്കുമ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു തലം മാറും. ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. ലേണിംഗ് എന്നുള്ളത് ഇത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലേണിംഗ് ബൈ ഹാർട്ട് എന്നുള്ളൊരു ആർട്ട് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ളൊരു ഇതാണ്. അത് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം സ്കൂളിലും എക്സാമിൻ്റെ സമയത്ത് ആ സമയത്ത് പിന്നെ ഇത് ചെയ്യുന്നൊക്കെ. അത് അതിൻ്റെതായിട്ടുള്ള വളരെ നമുക്ക് ചിലപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വേണം. പക്ഷെ അതോടൊപ്പം പതുക്കെയെങ്കിലും ചില വിഷയങ്ങൾ നമുക്ക് താല്പര്യം തോന്നുന്ന ചില വിഷയങ്ങൾ, അത് മാർക്കിന് വേണ്ടിയിട്ടല്ല, മാർക്ക് അല്ലാതെ തന്നെ ഒരു ചെറിയൊരു ആഴ്ചയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു താല്പര്യമുള്ള ഒരു വിഷയത്തിൽ മാർക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അത് നമുക്ക് സിലബസിലും ഇല്ല. പക്ഷെ അതിൽ ഞാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇന്ന് നമുക്ക് പഴയ പോലെയല്ല. എല്ലാവർക്കും എന്തുണ്ട്? മൊബൈലുണ്ട് അല്ലേ? നമ്മളെല്ലാം യൂട്യൂബും അതും ഇതുമൊക്കെ കാണുന്ന ആൾക്കാരല്ലേ? ആണോ? ഞാൻ ഇതൊന്നും കാണാറില്ല, സോഷ്യൽ മീഡിയയിലില്ല, അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടോ? ഒന്ന് കൈപൊക്കിയേ. അപ്പൊ മനസ്സിലായല്ലോ. ആരും കൈപൊക്കിയില്ലല്ലോ. നാണക്കേട് വിചാരിക്കണ്ട. അപ്പോ അതൊക്കെ വേണം. നമ്മൾ കാലത്തിനനുസരിച്ച് തന്നെ പോകണം. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഒരു വർഷത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട്, അതിപ്പോ നിങ്ങൾ മാത്തമാറ്റിക്സ് മുഴുവനായിട്ട് വേണ്ട, മാത്തമാറ്റിക്സിലെ ഏതെങ്കിലും ഒരു വിഷയം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ മാത്തമാറ്റിക്സിൽ താല്പര്യമില്ല, കെമിസ്ട്രിയിലാണ് താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ച് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ബയോളജിയിലാണ് താല്പര്യമെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട്. ഇപ്പം വലിയൊരു വിഷയം ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിയാമോ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ വളരെ ലോകം മറിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ സ്കൂള് അല്ലെങ്കിൽ എൻ്റെ പരിസരം, ഇവിടെ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഫുട് പ്രിന്റ് ആണ് അല്ലേ? കാർബൺ ഫുട് പ്രിന്റ് ആണ്. അപ്പൊ അതിൽ വരുന്ന നമ്മുടെ വാഹനം ഓടുന്നു, നമ്മുടെ ബസ് പോകുന്നുണ്ട്, നമ്മുടെ സ്കൂട്ടർ പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ട്. ഇതിന്റെ ഫോസിൽ എമിഷൻസ് ഉണ്ട്. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എമിഷൻസ് ഓരോ വണ്ടിക്ക് എത്ര എമിഷനാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് അല്ലേ? ഇലക്ട്രിക് വെഹിക്കിൾ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ എങ്ങനെയാണ് വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. അത് വേണ്ട. എൻ്റെ വീട്ടിൽ എത്ര കറണ്ടാണ് ഉപയോഗിക്കുന്നത്? ഓരോ ട്യൂബിനും നിരവധി ടൈപ്പ് ട്യൂബുകളുണ്ട് അല്ലേ? ഇൻകാൻഡസെന്റ് ഉണ്ട്, ഫ്ലൂറസെന്റ് ഉണ്ട്, LED ഉണ്ട്, ഇല്ലേ? വേറെ ഇയാളെന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞു ഇല്ല. അപ്പോ എത്രയാണ് ഇതിന് ഓരോന്നിനും വരുന്ന കറണ്ട്? ഇതിന് എത്ര ലൈറ്റ് കിട്ടും? ഈ ലൈറ്റിന് എങ്ങനെയാണ് നമ്മൾ
അളക്കുന്നത്.